ഹലോ, എൻ്റെ പേര് എബിൻ. ഞാൻ മോർഗേജ് അഡ്വൈസറാണ്. ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡാണ് എൻ്റെ കമ്പനി. ഞാൻ മാഞ്ചസ്റ്റർ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. മോർഗേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കാം. കമോൺ. ഹലോ എവരി വൺ. UK വരുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സ്വന്തമായിട്ടുള്ളൊരു ആഗ്രഹമാണ് സ്വന്തമായൊരു ഭവനം വാങ്ങുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് മേടിക്കുക എന്നുള്ളത്. പല ആൾക്കാരും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. പല ആൾക്കാരും നിങ്ങൾ പല മോർഗേജ് അഡ്വൈസേഴ്സിൻ്റെ അടുത്തും പോയിട്ടുണ്ടാവും. മോർഗേജ് എടുക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് നീട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നത് മാത്രം ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ചുരുക്കമായിട്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മോർഗേജിനെ കുറിച്ച് നമുക്ക് ഒരു വാക്കിലോ രണ്ട് വാക്കിലോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അതൊരു കേസ് ടു കേസ് ആണ്. ഓരോരുത്തരുടെയും ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അഫോർഡബിലിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവിടെ വന്നിട്ട് എത്ര നാൾ കഴിയണം വീട് മേടിക്കാൻ, അല്ലെങ്കിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവിടെ വന്നിട്ട് എത്ര സാലറി വേണം. ഇതിനെക്കുറിച്ചെല്ലാം വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയാം. ഇത് ഓരോരുത്തരുടെയും കേസ് ടു കേസാണ്. ഒരാളിപ്പം 6 മാസം കൊണ്ട് വീട് മേടിച്ചെങ്കിൽ അടുത്തയാൾ ചിലപ്പോൾ 6 മാസം കൊണ്ട് മേടിക്കാൻ സാധിക്കണം എന്നൊരു നിർബന്ധമില്ല. അതാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇത് കേസ് ടു കേസാണ്. ഓരോരുത്തരുടെയും ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആയിരിക്കും ഈ മോർഗേജിൻ്റെ കാര്യത്തിൽ. പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ വന്നിട്ട് ഇത്ര നാളായി, എത്ര നാളിന് ശേഷം ഞങ്ങൾക്ക് വീട് മേടിക്കാൻ സാധിക്കും? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് നമ്മളിവിടുത്തെ ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്ത്, ബാങ്കുകൾക്ക് നമ്മളിവിടെ പറയുന്ന ലെൻഡേഴ്സ് എന്നാണ്. ആ ലെൻഡേഴ്സിൻ്റെ ക്രൈറ്റീരിയ, ഓരോ ലെൻഡേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. ചില ബാങ്കുകൾ 6 മാസം കഴിഞ്ഞാൽ പറ്റുമെന്ന് പറയും, ചിലർ 1 ഇയർ കഴിഞ്ഞാലേ പറ്റുമെന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ ചിലർ 2 ഇയേഴ്സ് കഴിയണം, ചിലർക്ക് വിസ ബാലൻസ് വേണമെന്ന് പറയും, ചിലർക്ക് PR വേണമെന്ന് പറയും. അങ്ങനെ ഓരോ ലെൻഡേഴ്സിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അത് ആ ലെൻഡറുടെ ഡിസിഷനാണ്, അല്ലെങ്കിൽ ലെൻഡറാണ് തീരുമാനിക്കുന്നത് ആർക്ക് ലോൺ കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാർക്ക് എത്ര നാളുകൾക്ക് ശേഷം ലോൺ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ലെൻഡറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യം വിസ. അതും ഒരു ക്രൈറ്റീരിയ ആണ്. ഇപ്പം ചില ആൾക്കാർ ഇവിടെ ഹൈലി സ്കിൽഡ് ആയിരിക്കും, അവർക്ക് 100,000 മേലെയൊക്കെ ആയിരിക്കും സാലറി, IT-യിലേക്ക് ആയിരിക്കും ജോലി ചെയ്യുന്നത്. അങ്ങനെ പല പല ടൈപ്പ് വിസയിലുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ചിലപ്പം അവരുടെ ക്രൈറ്റീരിയ, ബാങ്കിൻ്റെ ക്രൈറ്റീരിയ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. അവർക്ക് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞതേ സാധിക്കും. അവരുടെ ഡിപ്പോസിറ്റ് ചിലപ്പോൾ കുറവ് മതിയായിരിക്കും. അങ്ങനെ പല പല എക്സംഷൻസ് ഇങ്ങനെയുള്ള ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ടാകും. ജനറലി നമ്മളിവിടെ വരുന്ന ആൾക്കാരെല്ലാം ടയർ 2 വിസയിലാണ് ഉണ്ടാകുക. ഈ ടയർ 2 വിസയിൽ സാധാരണ ഇവിടെ വരുന്ന ആൾക്കാർ നേഴ്സുമാരാണ്. ഈ നേഴ്സുമാരുടെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നേഴ്സുമാരാണ് ഇവിടെ വരുന്ന, നേഴ്സുമാരും അവരുടെ ഡിപ്പെൻഡൻസുമാണ്. അവരുടെ സാലറി എന്ന് പറയുന്നത് നമ്മൾക്ക് ഏകദേശം അറിയാം, ഒരു 30,000 to 40,000 ആയിരിക്കും ഒരു നേഴ്സിൻ്റെ സാലറി. അതുപോലെ അവരുടെ ഡിപ്പെൻഡൻസിനും അത്രേ സാലറി ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും നല്ല ബാങ്കുകൾ ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ തന്നെയാണ് ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട്, HC ആയിട്ട് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്, നഴ്സിംഗ് ഹോമിലേക്കും അങ്ങനെ മറ്റും. അങ്ങനെയുള്ള ആൾക്കാരും അവരുടെ വിസയും ഈ നേഴ്സിൻ്റെ വിസയും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അവരുടെ സാലറി സ്കെയിലും തമ്മിലും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇവർ 2 പേർക്കും ഏകദേശം ഒരേ ക്രൈറ്റീരിയ തന്നെയാണ് ബാങ്കുകൾ കൊടുക്കുന്നത്. ഓർമ്മിപ്പിച്ച പോലെ തന്നെ ഇവിടെ വരുന്ന നാട്ടിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും നേഴ്സുമാരും അവരുടെ ഡിപ്പെൻഡൻസുമാണ്. ഇപ്പം അവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ലെൻഡേഴ്സും പല ക്രൈറ്റീരിയ ആണ്. എങ്കിലും ഇവിടെ 1 വർഷം ആയിട്ട് ഇവിടെ വന്ന് ഭാര്യയും ഭർത്താവും 1 വർഷം ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ബാർക്ലേസ് ബാങ്ക് 10% ഡിപ്പോസിറ്റിൽ ലോൺ കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ വരുന്ന ഒരു 90% ആൾക്കാരും ലോണിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മോർഗേജിലേക്ക് പോകുമ്പോൾ അവർ ചൂസ് ചെയ്യുന്ന ബാങ്കും ചൂസ് ചെയ്യുന്ന ഓപ്ഷനുമാണത്. മറ്റ് 5% ഡിപ്പോസിറ്റിലുള്ള ലെൻഡറുണ്ട്, അല്ലെങ്കിൽ 15% ഡിപ്പോസിറ്റ്, 25%, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. സാധാരണ ആൾക്കാർ ഇവിടെ വന്നിട്ട് 10% വീട് വാങ്ങാനാണ് കൂടുതൽ ആൾക്കാർ ശ്രമിക്കാറുള്ളത്. ആ 10% വീട് വാങ്ങാൻ ശ്രമിക്കുന്നവർ ബാർക്ലേസിലാണ് കൂടുതലും പോകുന്നത്. അതാണ് അവർക്ക് വർക്കൗട്ട് ആവുന്നതും. പല ആൾക്കാരും കോൺടാക്ട് ചെയ്യുമ്പോൾ പറയും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എവിടെ തുടങ്ങണം എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വീട് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഫിനാൻഷ്യൽ ഡിസിഷനാണ്. അപ്പം ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനുവേണ്ടി കുറച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ വീട് വാങ്ങാനുള്ള താല്പര്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ള കാര്യം ആദ്യമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
ചില ആൾക്കാർ തന്നെ ഇന്ന് വിളിച്ചിട്ട് നാളെ വീട് മേടിക്കണം, അത്ര ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നടക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നീക്കുന്നതിന് മുൻപ് ബാങ്ക് ചെക്ക് ചെയ്യും, ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യും, അഫോർഡബിലിറ്റി നോക്കും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഒരു ആൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വിളിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് അവരുടെ അഫോർഡബിലിറ്റിയാണ്. അതിനുവേണ്ടി നമ്മൾ 3 മാസത്തെ പേ സ്ലിപ്പ്, 2 പേരുടെയും 3 മാസത്തെ പേ സ്ലിപ്പാണ് നോക്കുന്നത്. അവർക്ക് 2 പേർക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി ഉണ്ടായിരിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ പെർമനൻ്റ് ജോലി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അഫോർഡബിലിറ്റി നോക്കാൻ സാധിക്കും. അതനുസരിച്ചിട്ടാണ് അവർക്ക് എത്ര രൂപയുടെ വീട് വാങ്ങാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ, അത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ലെൻഡറിൽ നിന്ന് കിട്ടുന്ന ഒരു ഇനീഷ്യൽ അപ്രൂവലാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. നോർമലി നിങ്ങളിപ്പോൾ മോർഗേജ് അഡ്വൈസേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരെ ഡിസിഷൻ പ്രിൻസിപ്പിൾ പലരും എടുത്തു തന്നിട്ടുണ്ടാവും. അതിൽ അവിടെയാണ് ബാങ്ക് ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ക്രെഡിറ്റ് സ്കോറൊക്കെ വളരെ പൂറാണെങ്കിൽ അവിടുന്ന് ഡിസിഷൻ പ്രിൻസിപ്പിൾ ലഭിക്കാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ 10% ഡിപ്പോസിറ്റാണ് ശ്രമിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർ പറയും 10% പറ്റില്ല, 15% ഡിപ്പോസിറ്റ് ഇടണം, 20% ഇടണം, 25% ഇടണം. അത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ്, ഈ ഡിസിഷൻ പ്രിൻസിപ്പിൾ എടുക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ AIP എന്ന് പറയും, എഗ്രിമെൻ്റ് ഇൻ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ മോർഗേജ് ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറയും, ഈ സമയത്താണ് ബാങ്ക് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നത്. ക്രെഡിറ്റ് സ്കോർ കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് ആ ഡിസിഷൻ പ്രിൻസിപ്പിൾ പാസ്സായി മുൻപോട്ട് കടന്നു പോകാനും സാധിക്കുന്നതാണ്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വീട് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള ഏരിയയും അല്ലെങ്കിൽ താല്പര്യത്തിനനുസരിച്ചുള്ള സ്പേസും ഒക്കെയാണ് അവർ നോക്കുന്നത്. പല ആൾക്കാരും 2 ബെഡ്റൂം, 3 ബെഡ്റൂം, 4 ബെഡ്റൂം ഒക്കെ നോക്കാറുണ്ട്. നമ്മൾ ഏജൻസികളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂപ്ല, റൈറ്റ് ടു മൂവ് ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും നല്ല വീടുകൾ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് ലഭിക്കാറുണ്ട്. ആ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പല ഏജൻസികളും ഈ ഡിസിഷൻ പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എഗ്രിമെൻ്റ് പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ സാധനം അല്ലെങ്കിൽ എഗ്രിമെൻ്റ് പ്രിൻസിപ്പിൾ കയ്യിലുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് അവർ എടുക്കുന്നതുമാണ്. അതിനുശേഷം ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ വീടിന് ഓഫർ കൊടുത്താൽ അവരതിന് കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ എടുക്കാം. അതിൻ്റെ വെണ്ടറുമായിട്ട്, അതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവർ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധിക്കുന്നതും ആണ്. നമ്മൾ ഫുൾ മോർഗേജ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഡിപ്പോസിറ്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രൂഫും അതിൻ്റെ സോഴ്സും എല്ലാം ബാങ്ക് ചെക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, അത് 2 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. നമ്മളുടെ സേവിങ്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾക്ക് ഗിഫ്റ്റ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മളുടെ സേവിങ്സ് വരുന്നത്. ആ സേവിങ്സിൻ്റെ പ്രൂഫും സോഴ്സും എല്ലാം നമ്മൾ ബാങ്കിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതും ആണ്. ഈ വീടിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2 to 3 months എടുക്കും. അതായത് സെല്ലർക്കും ഒരു സോളിസിറ്റർ ഉണ്ടാവും, ബയർക്കും ഒരു സോളിസിറ്റർ ഉണ്ടാവും. ഈ മോർഗേജ് ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഈ സോളിസിറ്റേഴ്സാണ് 2 സൈഡിൽ നിന്നുള്ള പേപ്പർ വർക്ക്സുകൾ ചെയ്യേണ്ടത്. അത് ഓൾമോസ്റ്റ് ഒരു 1 to 2 months എടുക്കും. അത് ചില സോളിസിറ്റേഴ്സിന് ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. സെല്ലറുടെ സോളിസിറ്റർ റിപ്ലൈ ഇടുന്നതനുസരിച്ച് ബയറുടെ സോളിസിറ്റർ കുറച്ച് എൻക്വയറീസ് ഒക്കെ പ്ലേസ് ചെയ്യും. അതിൻ്റെ റിപ്ലൈ വരുന്നതനുസരിച്ചിട്ടാണ് ഈ വീടിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പല ഡൗട്ടുകളും പല ക്ലാരിഫിക്കേഷനും ഉണ്ടാവും. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ച പോലെ തന്നെ എൻ്റെ കമ്പനി ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡ് ആണ്. എൻ്റെ പേര് എബിൻ എന്നാണ്. നിങ്ങൾക്ക് മോർഗേജുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല സർവീസുകൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും. മോർഗേജുകളോ റീമോർഗേജുകളോ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വീടുള്ള ഒരാൾ ഒരു അഡീഷണൽ പ്രോപ്പർട്ടി വാങ്ങാൻ, ബൈക്ക് ലെറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യപ്പെടുന്നോ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ HCA കരിയർ കണക്ട് ചാനലിന് വളരെയധികം നന്ദി അറിയിക്കുന്നു.